നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. നെടുമൺകാവ് പരമ്പര ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് ഗൗരി പാർവതി തമ്പുരാട്ടി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ്റെ 106ാമത് ജന്മവാർഷിക ദിനാചരണ ചടങ്ങുകൾ കൊല്ലം DCCയിൽ നടന്നു. DCC പ്രസിഡന്റ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജന്മദിനം അദ്ദേഹത്തിൻ്റെ പാർട്ടി ലീഡർ എന്നുള്ള നിലയിലുള്ള നാളുകൾ ഇന്നത്തെ കൊച്ചു തലമുറ ഒഴിച്ച് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുകയാണ്. കേരളത്തിൽ ലീഡർ എന്ന പേരിന് അവകാശിയായത് കെ കരുണാകരൻ തന്നെയാണ്. ബഷീർ ദിനത്തിൽ അമ്പലപ്പുറം വേലുത്തമ്പി മെമ്മോറിയൽ ഹൈസ്കൂളിലെ കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി മാറിയത് വേറിട്ട കാഴ്ചയായി. ഒന്ന് കാണാം. വെളിയം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വെളിയം പഞ്ചായത്തിലെ തച്ചക്കോട് EMS കോളനിയിൽ പുഷ്പ കൃഷി തൈനടിയിൽ നടന്നു. വാർഡ് മെമ്പർ MP പ്രകാശിൻ്റെയും ബ്ലോക്ക് മെമ്പർ G തോമസിൻ്റെയും സാന്നിധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പുഷ്പ കൃഷി ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത്. അപ്പോൾ നമ്മുടെ വാർഡിൽ നിന്നാണ് ഈ നിർദ്ദേശം ആദ്യമായി പഞ്ചായത്തിലെ പദ്ധതി രൂപീകരണ സമയത്ത് മുന്നോട്ട് വന്നത്. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉള്ള തുക കൂടി വിനിയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G തോമസിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S ഷൈൻകുമാർ നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന തുതിയൂർ റോഡിന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു. ശ്രീമതി ശൈലജ കുമാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കെയർ കൊട്ടാരക്കരയുടെ ഭാഗമായി SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊട്ടാരക്കരയിൽ ആദരിച്ചു. കൊട്ടാരക്കര MLAയും ധനകാര്യ ഉപമന്ത്രിയുമായ ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ ജനങ്ങൾ
ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ട വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.